എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ പാൽക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ മാങ്ങാ പാൽക്കറി മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചാൽ പ്രത്യേക രുചിയാണ്. കുറച്ച് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 3 സബോള, 3 പച്ചമുളക് എന്നിവയെല്ലാം സ്ലൈസായി അരിഞ്ഞ് ചേർക്കാം. അതോടൊപ്പം 3 മാങ്ങയും സ്ലൈസായി അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർക്കാം, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അരമണിക്കൂർ വെക്കണം. ആ നേരത്തെ നമുക്ക് തേങ്ങാപ്പാല് റെഡിയാക്കാം. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും റെഡിയാക്കിയിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചതിന് ശേഷം 1 കപ്പ് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം. മാങ്ങ പകുതി വേവാകുമ്പോൾ 2-ാം പാല് 2 കപ്പ് ഒഴിക്കാം. ഇനി മൂടി വെച്ച് നന്നായി വേവിക്കണം. ഇടയ്ക്ക് തുറന്ന് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും ചേർക്കാം. മാങ്ങ നന്നായി വെന്ത് വരുമ്പോൾ 1.5 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്തതിന് ശേഷം തിളക്കരുത്. നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാം. അതിനായി പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചുമന്നുള്ളി നമുക്ക് മൂപ്പിക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് മൂപ്പിക്കാം. ഇപ്പൊ നമ്മുടെ മാങ്ങാ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ബീഫ് റോസ്റ്റിനും ബസുമതി റൈസിനും ഒപ്പം മാങ്ങാ പാൽക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.